നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ നമ്മൾ യാത്രാ വിവരണം എങ്ങോട്ട് പോയതിൻ്റെ കന്യാകുമാരിയിലോട്ട് പോയതിൻ്റെ യാത്രാ വിവരണം എഴുതി നോക്കി. ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എഴുതേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അത് തെറ്റിക്കരുത്. എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഡയറി എഴുതുന്ന കണക്ക് ഓരോ ദിവസത്തെ അനുഭവവും എഴുതി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് പുതിയ കാര്യം, നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമായിരിക്കാം. പത്രവാർത്ത എന്താണെടാ, പത്രവാർത്ത എങ്ങനെ എഴുതാം, ഏത് രീതിയിൽ എഴുതണം, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പരീക്ഷയ്ക്ക് സ്വാഭാവികമായി ചോദിക്കാറുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്, പത്രവാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പത്രം എന്താണെന്ന് നോക്കാം. പത്രം കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഇല്ല അല്ലേ? പത്രത്തിൽ എന്താ ഉള്ളത്? വാർത്തകളാണ് അല്ലേ? പത്രത്തിൽ എന്താണ് ഉള്ളത്? വാർത്തകൾ. ആ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടും അല്ലേ? അത് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണോ? അല്ല. അതോ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒതുങ്ങുന്ന കാര്യമാണോ? അല്ലേ അല്ല. ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എന്തിലുണ്ടാവോടാ? പത്രത്തിലുണ്ടാവും അല്ലേ? ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്തിലുണ്ടാവും? പത്രം വഴി നമുക്കറിയാനായി സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ അല്ലേ, ഇന്റർനെറ്റ് എല്ലാം ഉണ്ടെങ്കിലും ഇന്നും പത്രത്തെ ആശ്രയിച്ച് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ വിദ്യാലയങ്ങളിലായാലും രാവിലത്തെ അസംബ്ലിയിൽ എന്ത് ചെയ്യാറുണ്ട്? പത്രം വായിക്കാറുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കാറുണ്ട്. അതുവഴി എന്തറിയാൻ പറ്റും? ഇന്നലെ എന്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നറിയാനുള്ള ഉത്തമ മാർഗമാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? പത്രം എന്ന് പറയുന്നത്. ആളുകളും ലോകവും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് പത്രം. ഒരിക്കൽ കൂടെ നോക്കിക്കേ, ആളുകളും ലോകവും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് പത്രം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ വാർത്തകളൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കാണുമല്ലോ അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ TV നോക്കിയാൽ കാണുമല്ലോ, എല്ലാ സോഷ്യൽ മീഡിയാസിലും കാണും. പക്ഷെ പത്രം വായിച്ച് കിട്ടുന്ന ആ ഒരു വിജ്ഞാനം വേറെ ഒന്നിൽ നിന്നും കിട്ടത്തില്ല. എന്താണ്? പത്രം വായിച്ച് കിട്ടുന്ന ഒരു അറിവ് ഒന്നിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ ആളുകളും ലോകവും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്ത്? പത്രം. അതേസമയം വിജ്ഞാനത്തെ, അറിവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാർഗം അല്ലെങ്കിൽ മാധ്യമം അല്ലെ, അറിവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമം എന്താണെടാ? പത്രം. എല്ലാ ടീച്ചർമാരും അല്ലെ, എല്ലാ അധ്യാപകരും നിങ്ങളോട് പറയാറുണ്ട്, എന്താ? ദിനം പ്രതി എന്ത് ചെയ്യുക? പത്രം വായിക്കുക. വായിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ അറിവ് കൂടും അല്ലെ? ഈ ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പത്രം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ? ആളുകളും ലോകവും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ, വിജ്ഞാനം, അറിവ് കൂട്ടാനുള്ള എന്താണ്? മാധ്യമമാണ് പത്രം എന്ന് നമുക്ക് മനസ്സിലായി. പത്രത്തിൽ എന്താ ഉള്ളത്? വാർത്തകളാണ് അല്ലേ? പത്രത്തിൽ എന്താണ് ഉള്ളത്? വാർത്തകളാണുള്ളത്. അപ്പോൾ പത്രവാർത്ത എന്ന് പറയുന്നത് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോളൂ. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്? പത്രമെന്ന് പറയുന്നത്. എന്താണെടാ? ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത്? പത്രവാർത്ത എന്ന് പറയുന്നത്. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം മക്കളെ എന്തെന്ന് പറയുന്നത്? പത്രവാർത്ത എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. എന്താ പത്രവാർത്ത? ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കണം ഒരു പത്രവാർത്ത. പത്രവാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറിയാലോ, ഒരു കോളത്തിന്റെ അകത്തായിരിക്കും പത്രവാർത്ത എഴുതേണ്ടത്. മനോഹരമായ ഒരു കോളത്തിന്റെ അകത്തല്ലേ നമുക്ക് വാർത്ത കാണും. അപ്പോ പത്രവാർത്തയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം തലക്കെട്ട്. എന്താണ്? തലക്കെട്ട്, ശീർഷകം,
മനോഹരമായതായിരിക്കണം. അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് തലക്കെട്ടെന്ന് പറയുന്നത്. തലക്കെട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ആ തലക്കെട്ട് കാണുമ്പോൾ വായിക്കാൻ തോന്നണം. ആ തലക്കെട്ട് കാണുമ്പോൾ എന്ത് തോന്നണം? വായിക്കാനായിട്ട് ആ ജനങ്ങൾക്ക് തോന്നണം. അപ്പൊ തലക്കെട്ട് ഇമ്പോർട്ടൻസ് ആണ് പറയാൻ കാരണം എന്താ? ആ തലക്കെട്ട് കണ്ടിട്ട് വേണം ആളുകൾ എന്ത് ചെയ്യാനടാ പത്രവാർത്ത വായിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം പത്രവാർത്ത. അതിലൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മനോഹരമായ തലക്കെട്ട് അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആകർഷകമായ തലക്കെട്ട് കൊടുക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട് ആകർഷകമായ തലക്കെട്ട് കൊടുക്കണം. വായനക്കാർക്ക് വായിക്കാൻ തോന്നുന്ന വിധത്തിൽ വിധത്തിലായിരിക്കണം തലക്കെട്ട്. തലക്കെട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വലിച്ചു നീട്ടി ഒരുപാട് വാക്യങ്ങൾ ഉപയോഗിച്ച് എഴുതാനായിട്ട് പാടില്ല. തലക്കെട്ട് വലിച്ചു നീട്ടി എന്ത് ചെയ്യാൻ പാടില്ല? ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ട് പാടില്ല. ചുരുങ്ങിയതായിരിക്കണം തലക്കെട്ട്. എങ്ങനെയായിരിക്കണം? ചുരുങ്ങിയ തലക്കെട്ടായിരിക്കണം. ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതായിരിക്കണം. വളരെ മനോഹരമായിരിക്കണം അല്ലേ. അപ്പൊ തലക്കെട്ട് കഴിഞ്ഞല്ലോ. ഇനി ആദ്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, ആര്, എവിടെ, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ സ്ഥലം കൊടുത്തിരിക്കണം അല്ലേ. സ്ഥലം കൊടുത്തിരിക്കണമെന്ന് അതിൽ തന്നെ ഉണ്ട്. ആ ഒരു പോയിന്റിൽ തന്നെ സ്ഥലം അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത് ഉണ്ട്. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങളായിരിക്കണം അതിൽ എഴുതിയിരിക്കേണ്ടത്. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം വസ്തുനിഷ്ഠമായി തന്നെ അതിൽ എഴുതിയിരിക്കണം. അതായത് നമുക്ക് സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം മാത്രമേ എന്തിൽ എഴുതാൻ പാടുള്ളൂ. നടന്ന കാര്യം മാത്രമേ എന്തിൽ പാടുള്ളൂ? പത്രവാർത്തയിൽ പാടുള്ളൂ. കള്ളം എഴുതാൻ പാടുണ്ടോടാ? ഇല്ല. സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ മാത്രമേ എന്തിൽ എഴുതാൻ പാടുള്ളൂ? പത്രവാർത്തയിൽ എഴുതാനായിട്ട് പാടുള്ളൂ. കൂടാതെ ചുരുക്കി മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആശയം ചോർന്നു പോകാതെ, നമ്മുടെ വിഷയം ചോർന്നു പോകാതെ, നടന്ന സംഭവം ചോർന്നു പോകാതെ ചുരുക്കിയേ എന്ത് എഴുതാൻ പാടുള്ളൂ? പത്രവാർത്ത എഴുതാൻ പാടുള്ളൂ. ഒരു പത്രം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകത്തില്ലേ. അപ്പൊ നമ്മൾ ഒരു പത്രവാർത്തയ്ക്ക് മാത്രം കുറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും വായിക്കോ? ഇല്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ആശയം ഒട്ടും ചോർന്നു പോകാൻ പാടില്ല. അതായത് നമ്മള് പത്രവാർത്തയിലുള്ള കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? ചോർന്നു പോകാൻ പാടില്ല, മിസ്സാവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുകയും വേണം, ചുരുക്കി എഴുതുകയും വേണം. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുകയും വേണം, ചുരുക്കി എഴുതുകയും വേണം. അതിനെ എങ്ങനെ പറയാം? ആശയം ചോർന്നു പോകാതെ ചുരുക്കി എഴുതിയിരിക്കണം. ആശയം ചോർന്നു പോകാതെ ചുരുക്കി എഴുതിയിരിക്കണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ ചോർന്നു പോകാനും പാടില്ല, അതിനെ ചുരുക്കിയും എഴുതിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? തലക്കെട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം, ചുരുക്കിയുള്ളതായിരിക്കണം, ആകർഷകമായിട്ടുള്ളതായിരിക്കണം അല്ലേ. രണ്ടാമത് എന്ത് പറഞ്ഞു? സത്യസന്ധവും വസ്തുനിഷ്ഠവും ആയിരിക്കണം. ശരിയായി നടന്ന കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ എന്തിൽ എഴുതാൻ പാടുള്ളൂ? പത്രവാർത്തയിൽ എഴുതാനായിട്ട് പാടുള്ളൂ. പിന്നെ അറിയാലോ, സ്ഥലം കൊടുക്കണമെന്ന് അറിയാലോ അല്ലേ. സ്ഥലം കൊടുത്തിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ആദ്യത്തെ കുഞ്ഞു പാരഗ്രാഫിൽ സ്ഥലം കൊടുത്തിട്ട് എന്താ? നടന്ന പ്രധാന സംഭവം അല്ലേ. ഇന്നലെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇന്ന സ്ഥലത്ത് ഇന്നത് സംഭവിച്ചു. പ്രധാന സംഭവമായിരിക്കും ആദ്യത്തെ ഖണ്ഡികയിൽ വരിക. പത്രവാർത്തയിൽ ആദ്യം എന്ത് തന്നെ ഉണ്ടായിരിക്കണം? പ്രധാന സംഭവം ഉണ്ടായിരിക്കണം. പിന്നെ 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 അടുത്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ സംഭവത്തിന്റെ ബാക്കി വിവരങ്ങൾ, പ്രസക്തമല്ലാത്ത വിവരങ്ങൾ താഴോട്ട് മാത്രമേ വരൂ. നമ്മൾ എല്ലാവരും എല്ലാ പ്രവർത്തനത്തിനും വർണ്ണിച്ചെഴുതാറുണ്ടല്ലേ. വർണ്ണിച്ച് നല്ല മനോഹരമായ വാക്കുകളൊക്കെ ചേർത്ത്. പക്ഷെ പത്രവാർത്തയ്ക്ക് അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോടാ? ഇല്ലല്ലേ. എന്തുകൊണ്ടാ? നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ വേളയിൽ, ചുരുങ്ങിയ വാക്കുകളിൽ പത്രവാർത്തയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം എല്ലാ സംഭവങ്ങളും. അതിനിടയിൽ വർണ്ണനയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല. കാരണം വർണ്ണിച്ചെഴുതി കഴിഞ്ഞാൽ ഒരുപാട് വാക്യങ്ങൾ വരും, പത്രവാർത്ത കൂടിപ്പോകും. അപ്പൊ അവിടെ വർണ്ണനയ്ക്ക് പ്രാധാന്യമില്ല. അവിടെ എന്തിനു മാത്രമേ പ്രസക്തിയുള്ളൂ? നടന്ന സംഭവത്തിനും സ്ഥലത്തിനും കാര്യങ്ങൾക്കും മാത്രമേ അവിടെ പ്രസക്തി ഉണ്ടാവത്തുള്ളൂ. അവിടെ വർണ്ണനയ്ക്ക് യാതൊരു പരിഗണനയും ഉണ്ടാകത്തില്ല. മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. നാളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പത്രവാർത്ത എഴുതി നോക്കും കേട്ടോ. അപ്പൊ എന്താ? പത്രവാർത്ത എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മുകളിൽ പത്രവാർത്തയെന്ന് എഴുതിയിരിക്കണം, ഒരു കോളം വരച്ചിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? നല്ല വലിപ്പത്തിൽ തന്നെ, നിങ്ങൾ പത്രവാർത്ത കണ്ടിട്ടുണ്ടാവുമല്ലോ, വലുതായിരിക്കും അല്ലേ അക്ഷരങ്ങൾ.
ആദ്യത്തെ തലക്കെട്ട് വലുതായിരിക്കത്തില്ലേ? ആയിരിക്കും. അക്ഷരം എങ്ങനെയായിരിക്കണം? വലുതായിരിക്കണം. പിന്നെ ആകർഷകമായ തലക്കെട്ട്, മറ്റുള്ളവർക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആകർഷകമായ തലക്കെട്ടായിരിക്കണം. ആ തലക്കെട്ട് ചുരുക്കി തന്നെ എഴുതിയിരിക്കണം. വലിച്ചു നീട്ടാതെ ചുരുക്കി തന്നെ തലക്കെട്ട് എഴുതിയിരിക്കണം. രണ്ടാമത് എന്താ പറഞ്ഞത്? വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ കാര്യങ്ങൾ മാത്രമേ എന്തിൽ വരാൻ പാടുള്ളൂ? പത്രവാർത്തയിൽ വരാനായിട്ട് പാടുള്ളൂ. സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ മാത്രമേ പത്രവാർത്തയിൽ എഴുതാൻ പാടുള്ളൂ. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം പത്രവാർത്ത. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചുരുക്കി എഴുതിയിരിക്കണം. പക്ഷേ ചുരുക്കി എഴുതുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാൻ പാടില്ല? ആശയം ചോർന്നു പോകാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശം എന്താണോ അത് ചോർന്നു പോകാനായി പാടില്ല. അപ്പോൾ എന്താ? ഒരു പത്രവാർത്ത, അതിൽ സ്ഥലം വെച്ചു. ആദ്യം തലക്കെട്ട് കൊടുത്തു, സ്ഥലം വെച്ചു. സ്ഥലം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ആദ്യം കൊടുക്കുക? പ്രസക്തമായ കാര്യം, അല്ലേ? ആ സംഭവം നടന്ന കാര്യമായിരിക്കും ആദ്യത്തെ പാരഗ്രാഫിൽ മെയിനായിട്ട് കൊടുത്തേക്കുക. അതിനുശേഷം എന്ത് ചെയ്യൂ? പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളിലോട്ട് വരും, അല്ലേ? പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളിലോട്ട് വരും. ആദ്യം പത്രവാർത്തയുടെ പ്രാധാന്യം തലക്കെട്ടിലായിരിക്കും, പിന്നെ സ്ഥലം, പിന്നെ നടന്ന സംഭവം, പിന്നീട് ആ സംഭവം വിശദീകരിച്ചെഴുതും, അല്ലേ? ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ആ സംഭവത്തിന് കാരണം ഇങ്ങനെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് എന്ത് ചെയ്യും മക്കളെ? സംഭവങ്ങൾ വിശദീകരിക്കാറുള്ളൂ. ചുരുക്കി തന്നെ വിശദീകരിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പത്രവാർത്ത എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായോ? നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിഷയം അല്ലെങ്കിൽ ഒരു നോട്ടീസ് തന്നിട്ട് എങ്ങനെ പത്രവാർത്ത തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പരീക്ഷകളിൽ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ നടന്ന ഏതെങ്കിലും ഒരു വിശേഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരിക്കും. ഇന്നയാൾ സ്വാഗതം പറഞ്ഞു, ഉദ്ഘാടന പ്രസംഗം നടത്തി, ഇന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊടുത്തിരിക്കും. അതിന് പത്രവാർത്തയായിട്ട് എഴുതാനാണ് സ്വാഭാവികമായിട്ട് ഇത്രയും കാലം ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. എൻ്റെ വിദ്യാലയം, ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ സ്വന്തം വിദ്യാലയത്തിന് എന്ത് ചെയ്തു? ഇന്നലെ വളരെ വിപുലമായിട്ട് എന്ത് ചെയ്തടാ? സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു പത്രവാർത്ത എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നല്ല മനോഹരമായ തലക്കെട്ട് കൊടുക്കുന്നു. എൻ്റെ വിദ്യാലയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇടിച്ചക്കപ്ലാമൂട് ഗ്രാമത്തിലാണ്. HIJ പബ്ലിക് സ്കൂൾ ഇടിച്ചക്കപ്ലാമൂട് എന്നാണ്, അതായത് ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് പബ്ലിക് സ്കൂൾ എന്നാണ് എൻ്റെ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ വിദ്യാലയത്തിൽ നടന്നത് എങ്ങനെ എഴുതാം? പത്രവാർത്ത വരുമ്പോൾ എങ്ങനെയായിരിക്കും? തലക്കെട്ട് കാണും, പാറശാല എന്നുള്ളൊരു സ്ഥലം, അല്ലേ? എൻ്റെ വിദ്യാലയം പാറശാലയ്ക്കകത്തായതുകൊണ്ട് പാറശാല എന്ന് കാണും. എന്നിട്ട് സ്കൂളിൻ്റെ പേര് കാണും, അല്ലേ? ഇന്ന സ്കൂളിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായി കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും പിന്നെ മാനേജ്മെന്റും എല്ലാവരും ചേർന്ന് വളരെ വിപുലമായി ഭംഗിയായി ആഘോഷിച്ചു. ഇതിൻ്റെ ഭാഗമായി തൈ നടലും ഉണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്തു? വൃക്ഷത്തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചു. പിന്നീട് കുട്ടികളുടെ കലാമത്സരങ്ങൾ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ അവർ ദേശഭക്തി ഗാനം പാടുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പോലെ കുട്ടികളെ ടീച്ചേഴ്സ് നിർത്തി അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യദിനം അവർ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാം? വളരെ മനോഹരമായിട്ട് അത് എഴുതാൻ പറ്റത്തില്ലേ? എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാണുന്നവർ ഏത് വിദ്യാലയത്തിലാണോ, നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതെന്ന് വെറുതെയും കൂടെ നല്ലൊരു തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് എഴുതി നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കൃത്യതയും വസ്തുനിഷ്ഠവും സത്യസന്ധവും ഒക്കെ ആയിരിക്കണം. ചുരുക്കി തന്നെ എഴുതണം. പക്ഷേ ആശയം ചോർന്നു പോകാൻ പാടില്ല. വർണ്ണനയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ പത്രവാർത്ത എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഉദാഹരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. നാളെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് ബന്ധപ്പെട്ട് പത്രവാർത്ത എഴുതി നോക്കാം. കോളത്തിൻ്റെ അകത്താണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു. എല്ലാം ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്നും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒതുക്കാം. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന രീതിയിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ഉദാഹരണ സഹിതം പറഞ്ഞു വരികയും ചെയ്യുമ്പോൾ അറിയാതെ 15 മിനിറ്റൊക്കെ ആയി പോകുന്നതാണ് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.